السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. നമ്മളപ്പോൾ സിമ്പിൾ ഡീഡ്സ് വിത്ത് ഗ്രേറ്റ് റിവാർഡ്സ്, അതായത് വലിയ പ്രതിഫലങ്ങളുള്ള ലളിതമായ പ്രവർത്തികളുടെ മൂന്നാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഇബാദത്ത് വിത്ത് ഗ്രേറ്റ് റിവാർഡ്സ് റിലേറ്റഡ് ടു ഖുർആനാണ്. ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഖുർആൻ അള്ളാഹിൽ നിന്നൊരു ഗിഫ്റ്റാണ്. പക്ഷേ ഖുർആൻ ജസ്റ്റ് ഒരു ബുക്കല്ല, അത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അത് നമുക്കൊരു മാർഗനിർദ്ദേശമായിട്ട്, മനുഷ്യരാശിക്ക് മുഴുവനും മാർഗനിർദ്ദേശമായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ബുക്കാണ്. ഖുറാൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഗൈഡൻസ് ആണ്, എല്ലാവർക്കുള്ള ഒരു മാർഗനിർദ്ദേശമാണ് അല്ലേ. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ രണ്ടാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത് എന്താണ്? സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത് അത്ര ഈ ഗ്രന്ഥം. അപ്പോൾ നമുക്ക് അള്ളാഹ് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഇത് എല്ലാവർക്കും ഉള്ളൊരു മാർഗനിർദ്ദേശമാണെന്ന്. അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് ഇതൊരു സന്തോഷ വാർത്തയും വിശ്വസിക്കാത്തവർക്ക് ഒരു വാർണിംഗും കൂടിയാണ്. സൂറത്തുൽ ഇസ്രാ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയങ്ങൾക്കൊരു റിമൈൻഡറാണ്, ആലോചിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. സൂറത്തുൽ ഖമറിൽ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുണ്ടോ എന്ന്. ഇനി ഖുർആൻ പാരായണം അതൊരു ആരാധനക്രമം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ അലക്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സൃഷ്ടാവായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ്. അപ്പോൾ അത് വായിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഓതാനുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഓതാൻ വേണ്ടി എൻകറേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഓതുന്നതിൽ നമുക്ക് ഒരുപാട് റിവാർഡ്സ് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൂലി എന്ന് പറയുന്നത്? ഒന്ന്, നമുക്കറിയാം അതിൻ്റെ ഓരോ അക്ഷരത്തിനും വലിയ പ്രതിഫലമാണ്. ഹദീസിൽ പറയുന്നത് എന്താണ്? ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ ബുക്കിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ അത് 10 ഇരട്ടിയായിട്ടാണ് അതിൻ്റെ പ്രതിഫലം എന്ന്. ഞാൻ അലിഫ് ലാം മീം ഒരക്ഷരമായിട്ടല്ല പറയണത്, പക്ഷേ അലിഫ് ഒന്ന്, ലാം ഒന്ന്, മീം വേറൊന്ന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അപ്പോൾ ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലമാണുള്ളത്. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന എന്ത് സ്വത്തിനേക്കാളും എത്രയോ നല്ലതാണ് ഒന്നോ രണ്ടോ അക്ഷരം ഖുർആൻ ഓതുന്നത് തന്നെ. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും ബുസാൻ അല്ലെങ്കിൽ ഒരു അലാഖി, അതായത് മദീനയിൽ 2 സ്ഥലങ്ങളാണ് പറയുന്നത്. അവിടെ ഏർലി മോർണിംഗിൽ പോയിട്ട് വൈകുന്നേരം നിങ്ങൾക്ക് 2 പെണ്ണൊട്ടകങ്ങളെ ആയിട്ട് തിരിച്ചു വരാൻ, അതായത് ഒരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്യാതെ, ഒരു പാപവും ചെയ്യാതെ, ഒരു ബന്ധവും വിച്ഛേദിക്കാതെ നിങ്ങൾക്ക്, അതായത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ സഹാബികളൊക്കെ യെസ് ഓഫ് കോഴ്സ് റസൂലല്ലാ, ഞങ്ങളത് എന്തായാലും ആഗ്രഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് 2 ആയത്ത് ഖുർആൻ ഓതാനും അതിനെ കുറിച്ച് പഠിക്കാനുമാണ് പറഞ്ഞേക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ആ 2 ഒട്ടകങ്ങളേക്കാൾ കൂടുതൽ നല്ലത് എന്ന്. അതുപോലെ 3 ആയത്താണെങ്കിൽ 3 ഒട്ടകങ്ങളേക്കാൾ കൂടുതൽ, 4 എണ്ണാണെങ്കിൽ 4 പെണ്ണൊട്ടകങ്ങളേക്കാൾ കൂടുതൽ, അങ്ങനെ ആ നമ്പർ ഓഫ് ഒട്ടകങ്ങളുടെ ഈക്വലിനേക്കാളും ബെറ്റർ, അതിനേക്കാൾ അത്രക്ക് ആയത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. എല്ലാ ദിവസവും ചെറിയൊരു ഭാഗം ഓതിയാൽ തന്നെ നമുക്ക് എന്തോരം റിവാർഡാണ് കിട്ടണത്. ജസ്റ്റ് ഒരു പേജ് അല്ലെങ്കിൽ കുറച്ച് ഓതുന്നതിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുറേ സമ്പാദിച്ച് വരുന്നതിന് തുല്യമാണെന്നാണ് നമ്മൾ ഹദീസിൽ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഖുർആൻ ഓതുന്നത് കൊണ്ട് എന്താണ്? ഖുർആൻ നമ്മളുടെ ആത്മാവിനെ നറിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു സത്യവിശ്വാസി ഖുർആൻ ഓതുന്നത് ഒരു ഓറഞ്ചിന് തുല്യമാണെന്നാണ്. അതായത് നല്ല മധുരമാണ്, നല്ല സ്മെല്ലും ആണ്. ഇനി ഒരു സത്യവിശ്വാസി പക്ഷെ ഓതുന്നില്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തെ പോലെയാണ്. സ്വീറ്റാണ്, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഫ്രാഗ്രൻസോ അതവിടെ ഇരിക്കുന്നതല്ല. അതിൻ്റെ ഇത് കിട്ടുന്നില്ല ആർക്കും. ഇനി ഹിപ്പോക്രിറ്റ്, അതായത് ഒരു മുനാഫിക്ക്, കപടവിശ്വാസി ഓതുകയാണെങ്കിലോ അതൊരു ബേസിൽ, അതായത് നമ്മുടെ തുളസിയുടെ ഇല പോലെയാണ്. നല്ല മണമാണ്, പക്ഷേ വായിലിട്ട് കടിച്ചാൽ ഒരു കയ്പ്പാണ്. ഇനി ഓതാത്തൊരു കപടവിശ്വാസിയാണെങ്കിലോ അത് എന്താണ് ഭയങ്കര കയ്പ്പുമാണ്, ഭയങ്കര ബാഡ് സ്മെല്ലുമാണ്. ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് താരതമ്യം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളിതിൽ ഏത് കാറ്റഗറിയിലാവാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. നമ്മളെല്ലാവരെയും പടച്ചവനെ മനസ്സിൽ ഖുർആൻ നിറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി ഖുർആൻ ഒരു ഇന്റർസെസർ, ഒരു മധ്യസ്ഥത വഹിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഖിയാമത്ത് നാളിൽ ഖുർആൻ അതിൻ്റെ പാരായണം ചെയ്യുന്നവർക്ക് ഒരു മധ്യസ്ഥത വഹിക്കുന്നുള്ളത്. കാരണം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ ഓതും, കാരണം അത് നിങ്ങൾക്ക് മധ്യസ്ഥത പറയാൻ വേണ്ടി വരുമെന്ന്. അതുപോലെ തന്നെ തിർമിദി, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട്, സൂറത്തുൽ മുൽക്ക് ആ, ആളുകൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥത പറഞ്ഞുകൊണ്ടിരിക്കും. ഏതുവരെ? അത് പാരായണം ചെയ്ത ആൾ പൊറുക്കപ്പെടും വരെയെന്ന്. അതുപോലെ അഹ്മദ് റിപ്പോർട്ട് ചെയ്ത വേറെ ഹദീസിൽ പറയുന്നുണ്ട്, നോമ്പും ഖുർആനും രണ്ടും ഒരുമിച്ച് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഖുർആൻ നമ്മളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കമ്പാനിയായിട്ട് നമ്മളുടെ ഒപ്പം വന്ന് പരലോകത്ത് നിന്നിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സമയമാണ്. ആരും കൂടെ നിൽക്കാത്ത സമയമാണ് അല്ലേ, നഫ്സി നഫ്സി. ആ സമയത്ത് ഖുർആൻ വന്ന് നിന്നിട്ട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഇൻറ്റർസീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഖുർആൻ കൂടുതൽ ഓതുന്നത്, പാരായണം ചെയ്യുന്നതുകൊണ്ട് നമ്മളെയും സ്ട്രോങ്ങർ ആക്കുകയാണ്. നമ്മളുടെ ആ ഒരു ഇൻ്റർസെഷനും പരലോകത്ത് വെച്ച് സ്ട്രോങ്ങർ ആവുകയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചായത്തെങ്കിലും എല്ലാ ദിവസവും ഓതാൻ വേണ്ടി നമ്മളൊരു ശീലമാക്കണം. ഇനി പീപ്പിൾ ഓഫ് ദി ഖുർആൻ അല്ലെങ്കിൽ അഹ്ലുൽ ഖുർആൻ, ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ളത് പീപ്പിൾ ഓഫ് ഖുർആൻ, അഹ്ലുൽ ഖുർആനാണ്. ഇബ്നു മാജ, അഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റേതായ ആളുകളുണ്ട് മനുഷ്യരിൽ നിന്ന്, അഹ്ലുൽ അള്ളാഹ്. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹ് ആരാണ് അവർ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അവരാണ് പീപ്പിൾ ഓഫ് ദി ഖുർആൻ, അഹ്ലുൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ സ്വന്തം ആളുകളാണ്, അള്ളാഹുവിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളുമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ അഹ്ലുൽ ഖുർആൻ? കയ്യിൽ ഒരു ഖുർആൻ വെക്കുന്നവരോ, നല്ല ഭംഗിയുടെ ചട്ടയിലൊക്കെ എടുത്ത് പൊതിഞ്ഞ് വെക്കുന്നവരാണോ? അതോ അത് ദിവസേന ഓതുന്നവരാണോ? അത് മനഃപ്പാഠം പഠിക്കുന്നവരാണോ? ആരാണ് അവര്? ഖുർആൻ സ്ഥിരമായി ഓതുന്നവരും അത് മനസ്സിലാക്കുന്നവരും, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നവരും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആക്ട് ചെയ്യുന്നവരും, അത് പ്രാവർത്തികമാക്കുന്നവരെയാണ് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് ഓതി ജസ്റ്റ് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല. അള്ളാഹിനോട് ഏറ്റവും അടുക്കണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് അത് പ്രാവർത്തികമാക്കുകയും വേണം. തിർമിദി, അഹ്മദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പറയുന്നത് എന്താണ്? റിസൈറ്റ് ആൻഡ് അസെൻഡ്, നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കയറിപ്പോകുന്നു. അതായത് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോകുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ റാങ്ക് നിങ്ങൾ ലാസ്റ്റ് ഓതിയ ആയത്തിൻ്റെ ബേസിലായിരിക്കുന്നു. അതായത് 10 ആയത്ത് ഓതിയാൽ 10ാമത്തെ റാങ്കിലെത്തുള്ളൂ. പക്ഷേ 1000 ഓതിയ 1000 അത്രയും ഉയർച്ചയിലേക്ക് നമ്മൾ എത്തുമെന്നാണ് പറയുന്നത്. സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എന്താ പറയുന്നത്? നിങ്ങളിൽ ഏറ്റവും ഉത്തമര് ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. അപ്പോൾ വെറുതെ ഓതുന്നവരെന്നല്ല പറഞ്ഞത്, അത് പഠിക്കണം നമ്മൾ. നമ്മൾ അള്ളാഹുവിനോട് ക്ലോസ് ആവണം. ആദ്യം ഖുർആനായിട്ടുള്ള കണക്ഷൻ സ്ട്രോങ് ആക്കണം. അടുത്തത്, ഖുർആൻ നമുക്ക് സമാധാനവും ഹീലിംഗും ഒക്കെ കൊണ്ടുവരും. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സ്ട്രെസ്സ്, സ്ട്രഗിള്, പരീക്ഷണങ്ങളൊക്കെയാണ്. ഖുർആൻ അതിനൊക്കെ ഒരു പരിഹാരമാണ്. അള്ളാഹു സൂറത്തുൽ ഇസ്രായിൽ 82ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടാണ് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആകെ ഭയങ്കര ബുദ്ധിമുട്ടിൽ തോന്നുന്ന സമയത്ത് നമ്മൾ ഖുർആൻ ഓതുക അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുക. അപ്പം തന്നെ നമ്മളുടെ മനസ്സുകൾക്കൊരു സമാധാനം കിട്ടും. പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി അല്ലെങ്കിൽ അതുകൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലിംഗ് ആണ് ശരിക്കും. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്
ചില സൂറത്തുകൾക്കും ആയത്തുകൾക്കും പ്രത്യേക ബെനിഫിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിനെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? ആരെങ്കിലും ആയത്തുൽ കുർസി എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതിയാല് അയാൾക്കും സ്വർഗ്ഗത്തിനിടയില് മരണം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലാന്ന്. അടുത്തത് ലാസ്റ്റ് 2 വേഴ്സസ് അല്ലെങ്കിൽ ലാസ്റ്റ് 2 ആയത്ത് ഓഫ് സൂറത്തുൽ ബഖറ. നമുക്കറിയാം ആമിന റസൂല്. അതിനെക്കുറിച്ച് ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എന്താണ്? ആരൊരാള് സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റ് 2 ആയത്ത് രാത്രി ഓതുന്നു, അവർക്ക് അത് മതിയാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ലൈറ്റ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അത് ഒന്ന് ആളുടെ കാൽക്കീഴിൽ നിന്ന് എന്താ പറയുക ആകാശത്തിലേക്ക് ഷൈൻ ചെയ്യുന്നൊരു വെളിച്ചം നമ്മളെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം ഉണ്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ 2 വെള്ളിയാഴ്ചക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഒക്കെ ഹദീസുകളുണ്ട്. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നത് ശീലമാക്കണം. അതുപോലെ തന്നെ അടുത്തത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ എന്താണ് ഖബർ ശിക്ഷയിൽ നിന്നൊരു പ്രൊട്ടക്ഷനാണത്. സൂറത്തുൽ മുൽക്ക് അത് ഓതിയ ആൾക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യുന്ന പറയണത്. അൺടിൽ ഹി വിൽ ബി ഫോർഗിവൻ. അദ്ദേഹത്തിന് പൊറുക്കപ്പെടുന്നവരെ അള്ളാഹുവിനോട് ചോദിക്കും, ഖബർ ശിക്ഷയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നും കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ശീലമാക്കണം നമ്മൾ. ലാസ്റ്റായിട്ട് സൂറത്തുൽ ബഖറ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വീടുകൾ നിങ്ങൾ എന്താ പറയുക ശവപ്പറമ്പാക്കരുത്, ഖബർസ്ഥാനാക്കരുത്. കാരണം ഏതൊരു വീട്ടിലാണോ സൂറത്തുൽ ബഖറ ഓതപ്പെടുന്നത് അവിടുന്ന് ശൈത്താൻ ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ പ്രൊട്ടക്ഷൻ, ശൈത്താനിൽ നിന്നൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം നമ്മളൊക്കെ. നമുക്കൊരു റീക്യാപ്പ് എടുക്കാം. നമ്മളെന്തൊക്കെയാണ് നമ്മളൊന്ന് നോക്കിയത്? ഖുർആൻ അള്ളാഹുവിൻ്റെ വാക്കാണ്. അത് നമുക്കുള്ളൊരു മാർഗ്ഗനിർദ്ദേശം, ഒരു കാരുണ്യം കൂടിയാണ് അള്ളാഹുവിൻ്റെ, അല്ലേ? ഖുർആൻ നമ്മളുടെ ഒരു ഗൈഡാണ്, പ്രൊട്ടക്ടറാണ്, എൻഡ്ലെസ് റിവാർഡ്സിൻ്റെ ഒരു സോഴ്സാണ് നമുക്ക്. എത്ര പ്രതിഫലമാണ് അതിൽ നമുക്ക് കിട്ടുന്നത്. ഓരോ അക്ഷരം ഓതുമ്പോഴും നമുക്ക് 10 ഇരട്ടി റിവാർഡാണ് കിട്ടുന്നത്. ഖുർആൻ നമ്മൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശുപാർശ ചെയ്യും, അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കും. പിന്നെ ചില സൂറത്തുകൾ നമ്മൾ പറഞ്ഞു, ആയത്തുൽ കുർസി, സൂറത്തുൽ മുൽക്ക്, പിന്നെ സൂറത്തുൽ ബഖറ, ബഖറയിലെ ലാസ്റ്റ് 2 ആയത്ത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഓതാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്ഷനാണ്, നമുക്ക് ശുപാർശയാണ്, നമ്മളുടെ ഖബർ ശിക്ഷയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. പിന്നെ സത്യവിശ്വാസികൾ ഏറ്റവും ബെസ്റ്റായ ആളുകൾ ആരാണ്? ഖുർആൻ ഓതുന്നവരെന്നല്ല, ഖുർആൻ പഠിക്കുന്നവരും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്. ഇനി അടുത്തത് നമുക്കൊരു ചെറിയൊരു റിഫ്ലക്ഷൻ ആവാം. നമ്മൾ സ്വയം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഞാൻ എത്ര സമയമാണ് ഖുറാനിന് വേണ്ടി മാറ്റി വെക്കുന്നത്? നമുക്ക് 24 മണിക്കൂറുണ്ട്. അതിൽ പല കാര്യങ്ങൾക്കും നമ്മൾ സമയം ചിലവാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ഫോണിലൊക്കെ എത്രയോ മണിക്കൂറുകൾ നമ്മൾ അറിയുന്ന പോലും നമ്മളെ ഫോണിൻ്റെ സെറ്റിങ്സിൽ അല്ലെങ്കിൽ എന്താ പറയുക ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ ഇപ്പോൾ ഫോണിലുണ്ട്. അത് എടുത്ത് നോക്കിയാൽ നമ്മുടെ സ്ക്രീൻ ടൈം ഒരു ദിവസം ആവറേജ് നമ്മൾ എത്ര സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നതൊക്കെ നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. അതിലെത്ര സമയം നമ്മൾ ഖുറാനിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഹൗ ഓഫൻ, എത്ര അടുപ്പിച്ചാണ് നമ്മൾ ഖുറാൻ ഓതുന്നത്? ഞാൻ ഓതുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ വെറുതെ ഒരു ഒഴുക്കിലിങ്ങനെ ഒരു റുട്ടീൻ പോലെ ഓതിപ്പോവാണോ? ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് ഓർ ഡീപ്പൻ മൈ കണക്ഷൻ വിത്ത് ഖുർആൻ എന്നാണ്. ജസ്റ്റ് അത് ഓതുന്നതല്ലാതെ അതിനേക്കാൾ കൂടുതൽ ഖുർആനായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആക്കാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും? എന്താണ് എന്നെ ഖുർആൻ ഓതുന്നതിൽ നിന്ന് തടയുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത്? ശൈത്താനാണ് ഉറപ്പാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ചിന്തിച്ചിട്ട് ഇന്ന കാര്യം ചെയ്യുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഫോൺ എടുത്ത് ഓതുന്നതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും വരുമ്പോൾ ഖുർആൻ നിർത്തി അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി മുതൽ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് ഖുർആനിൽ തന്നെ നോക്കി ഓതാം. അങ്ങനെ നമുക്ക് തന്നെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ വാട്ട് സ്മോൾ സ്റ്റെപ്പ്, ഒരു ചെറിയ സ്റ്റെപ്പ് എന്തായിരിക്കാം ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്നത് അഹ്ലുൽ ഖുർആനിൻ്റെ ഒരാളാവാൻ വേണ്ടിയിട്ട്? ഇതൊക്കെ നമ്മൾ സ്വയം ചോദിക്കേണ്ടത്, ചിന്തിക്കേണ്ട ചോദ്യമാണ്. എന്നിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഖുറാനിലൂടെ ഗ്രേറ്റ് റിവാർഡ്സ് കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ സ്റ്റെപ്സ്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റിസൈറ്റ് ഡെയിലി. ഈവൻ കുറച്ച് ആയത്താണെങ്കിൽ പോലും നമ്മൾ ഡെയിലി ഓതുന്നൊരു ശീലമാക്കണം.
എത്രത്തോളം ഓതുന്നു എന്നല്ല, എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, എത്ര റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം അള്ളാഹുവിന് ഇഷ്ടം സ്ഥിരമായി ചെയ്യുന്ന അമലാണ്. അപ്പോൾ ഒരു ദിവസം ഒരുപാട് ഓതിയിട്ട് ബാക്കിയുള്ള ദിവസം ഓതാതിരിക്കുന്നതിനേക്കാൾ ഉത്തമം ഒരായത്താണെങ്കിലും അതെല്ലാ ദിവസവും ഓതുന്നതാണ്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഖുർആൻ കേൾക്കുക എന്നുള്ളതാണ്. ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോഴും നമുക്ക് കൂലിയുണ്ട്. നമ്മളുടെ ഹൃദയങ്ങൾ ഒന്നുകൂടി സോഫ്റ്റ് ആക്കും. നമ്മളത് കേട്ട് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. മൂന്നാമത്തത് പോണ്ടർ ആൻഡ് റിഫ്ലക്ട്, തദബ്ബുർ ചെയ്യുക. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ചിന്തിക്കുക. നാലാമത് അത് ആക്ട് ചെയ്യുക. ആക്ട് അപ്പോൺ ഖുർആൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രാവർത്തികമാക്കുക. അപ്പോഴാണ് നമുക്കൊരു ട്രൂ സക്സസ് വരുന്നത്. നമ്മളെ ഡെയിലി ലൈഫിൽ ഖുർആൻ വെറുതെ മാർഗ്ഗനിർദ്ദേശമായിട്ട് അവിടെ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ കേട്ട പോലെ നമ്മൾക്കൊരു എന്തോ ഒരു മെഷീൻ, വാഷിംഗ് മെഷീനോ തയ്യൽ മെഷീനോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വാങ്ങിച്ച് വന്നപ്പോൾ അത് ജാപ്പനീസോ ചൈനീസോ ആണ്. അതിലൊരു മാനുവൽ കൂടെ വന്നിട്ടുണ്ട്. അത് തുറന്ന് നോക്കുമ്പോൾ മുഴുവൻ ജാപ്പനീസിലാണ്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ ഞെക്കി അത് കേടാവാന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നമുക്കില്ല. നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള സ്റ്റെപ്സ് വായിച്ച് നോക്കി മനസ്സിലാക്കിയാലേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഖുർആൻ വെറുതെ അറബിയിൽ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ മേലെ ആക്ട് ചെയ്യണം. അത് പ്രാവർത്തികമാക്കണം നമ്മളെ ലൈഫിൽ. അഞ്ചാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത്. ഒരായത്തായിക്കോട്ടെ. ഒരായത്ത് ഞാൻ ഇന്ന് പഠിച്ച്, ആ ഒരായത്ത് ഞാൻ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രമാത്രം കൂലിയാണ് കിട്ടുക. അതുമാത്രമല്ല നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ ഒരാൾ എത്ര നാളത് ചെയ്യുന്നു, അത്രയും നാളുള്ള കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിൽ പലരും ഖുർആൻ ഓതാൻ മടിക്കുന്നത് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലുവൻസി, അക്ഷരങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. ഞാൻ ഓതിയാൽ അങ്ങോട്ട് ശരിയാവില്ല, തെറ്റിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഖുർആൻ ഓതാത്തത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണല്ലേ. ഫോണിലായാലും കേട്ടുകൊണ്ട് ഒപ്പം ഓതുക അങ്ങനെയൊക്കെ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഖുർആൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഓതുന്നവർ ഏറ്റവും നല്ല ആളുകളിൽ ഉൾപ്പെടുത്തും. പക്ഷേ നല്ല ബുദ്ധിമുട്ടി, വാക്കുകൾ തപ്പിത്തടഞ്ഞ് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഓതുന്നവർക്ക് ഡബിൾ റിവാർഡ് എന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി എന്താ ഉള്ളത്? നമ്മളെ തടയുന്നത് എന്താ നമ്മൾ ആലോചിക്കണം. ഇതൊന്നും ഒരു കാരണമല്ല. നന്നായിട്ട് ഓതുന്നവരെ കാളും എന്ന് പറഞ്ഞ പോലെ ഡബിൾ റിവാർഡാണ് നമ്മൾ കഷ്ടപ്പെട്ട് അത് വായിച്ച് ഓതിയെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഖുർആനായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യാം? ഒന്ന്, ഒരു ഖുർആൻ റൂട്ടീൻ ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു സമയം ദിവസം മാറ്റി വെക്കുക. അത് രാവിലെ ആയിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, ഏതെങ്കിലും വൈകുന്നേരം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സമയം, കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുക. 2, ഒരു ഖുർആൻ ട്രാക്കർ ഉണ്ടാക്കാം. ഖുർആൻ ട്രാക്കർ പലർക്കും ഒരു ഒരു എന്താ പറയുക മോട്ടിവേഷനാണ്. ഖുർആൻ ഓതാനാണെങ്കിലും, കാണാതെ പഠിക്കാനാണെങ്കിലും, റിഫ്ലക്റ്റ് ചെയ്യാനാണെങ്കിലും, തഫ്സീറിനാണെങ്കിലും ഒരു കളർഫുള്ളും ആർട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ രീതിയിലൊരു ട്രാക്കർ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ അതിൽ കഴിയുമ്പോൾ ടിക്കിടുക അല്ലെങ്കിൽ കളർ ചെയ്ത് വിടുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. മൂന്നാമത് നമ്മളെപ്പോഴും ചെറിയ സൂറത്തിൽ തുടങ്ങുക. അത് കാണാതെ പഠിക്കുന്നതായിക്കോട്ടെ, അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതായിക്കോട്ടെ, ചെറിയ സൂറത്തുകളിലും തുടങ്ങുക. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. എന്നാൽ നമ്മൾ ആ അർത്ഥം മനസ്സിലാക്കുന്ന സംഭവങ്ങൾ അപ്പം തന്നെ ഇപ്പോൾ 2 ആയത്താണ് ഞാൻ ഇന്ന് അതിൻ്റെ അർത്ഥം പഠിക്കുന്നതെങ്കിൽ അത് കാണാതെ പഠിക്കുകയും ചെയ്യുക. അത് ആ ദിവസമുള്ള എന്താ പറയുക നിസ്കാരങ്ങളിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പം നമുക്ക് നിസ്കാരങ്ങളിലും ശ്രദ്ധ കിട്ടും. ആ ഒരു ആയത്തെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ. നാലാമത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുക. അത് യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ, വീട്ടുപണികൾ ചെയ്യുമ്പോഴായിക്കോട്ടെ, ജോലിക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഖുർആൻ കേ കേൾക്കാം. അഞ്ചാമത് അള്ളാഹുവിനോട് ഇത് എളുപ്പമാക്കി തരാൻ വേണ്ടി ദുആ ചെയ്യാം. പടച്ചോനെ എനിക്കിത് അള്ളാഹു ഉദ്ദേശിച്ച അതേ രീതിയിൽ എനിക്ക് മനസ്സിലാവണേന്നും, അല്ലെങ്കിൽ ഈ വാക്കുകളായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റേണ്ടത് ഇതൊക്കെ എളുപ്പമാക്കി തരണേ എന്ന് പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കുള്ള ഹോംവർക്ക് എന്താണ്? ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. ഒരാഴ്ചത്തേക്ക് ആദ്യം ഉണ്ടാക്കിയാൽ മതി. കാരണം നോളജ്, ഒരു അറിവ് നമുക്ക് ബെനിഫിഷ്യൽ ആവുന്നത് എപ്പോഴാണ്? അത് നമ്മൾക്ക് പ്രായോഗികമാവുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഖുർആൻ റൂട്ടീൻ അതൊരു 5 മിനിറ്റ് എന്ന് വേണമെങ്കിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ 10 മിനിറ്റ് ഡെയിലി ഞാൻ ഈ സമയത്ത് 10 മിനിറ്റ് ഖുർആൻ ഓതുന്നൊരു ടാർഗറ്റ് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആയത്തുൽ കുർസിയും ലാസ്റ്റ് 2 സൂറ ബഖറ
സൂറത്തുൽ മുൽക്ക് ഇതൊക്കെ കാണാതെ പഠിക്കുക. കാണാതെ പഠിച്ചില്ലെങ്കിലും സ്ഥിരമായിട്ട് ഓതുക എന്നുള്ളത് നമ്മൾ ശീലമാക്കുക. അപ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ ആയത്തുകൾ നല്ല പരിചയമാവും. പിന്നെ അത് കേൾക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാതെ പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ സ്പെഷ്യലായിട്ട് എന്താ പറയുക സൂറത്തുൽ കഹ്ഫ് ഫോർ എക്സാമ്പിൾ അതെല്ലാ വെള്ളിയാഴ്ചയും എന്തായാലും ഓതുക എന്നുള്ളത് നിർബന്ധമാക്കുക. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരായത്ത് പഠിക്കും. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കും. ഈ പറഞ്ഞേക്കണതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ ഞാൻ ഇന്ന് മുതൽ സൂറത്തുൽ മുൽക്ക് ആ ഒരു കാര്യം അല്ലെങ്കിൽ ഇന്ന് മുതൽ 10 മിനിറ്റ് ഖുർആൻ ഏതെങ്കിലും ഒന്ന് ആദ്യം എടുത്താൽ മതി. എല്ലാം കൂടി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്മോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ നമുക്ക് വലിയ വലിയ റിവാർഡ് കിട്ടുള്ളൂ. അപ്പോൾ ജസാക്കുമുല്ലാഹ് ഖൈറൻ. അള്ളാഹു നമ്മളെ ഒക്കെ ഖുർആനും പാരായണം ചെയ്യുന്നവരെയും അത് മനസ്സിലാക്കുന്നവരുടെയും ഖുർആനിലൂടെ ജീവിക്കുന്നവരുടെയും കൂട്ടത്തിലൊക്കെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ഖുർആൻ ഞങ്ങൾക്കൊരു നൂറ് ഞങ്ങളെ ഹൃദയങ്ങൾക്ക് വെളിച്ചമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ആത്മാക്കൾക്ക് അതൊരു ശാന്തിയും സമാധാനമാക്കി തരണേ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും മാറ്റിത്തരുന്നതാക്കി തരണേ റബ്ബേ. സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ ഒരു വഴികാട്ടിയാക്കി തരണേ റബ്ബേ പടച്ചവനെ. ആമീൻ. അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.